ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 32ന്റെ റിവ്യൂ. ഹൗസിലുള്ളവർക്ക് പണി നൽകാനും തങ്ങളുടെ സാധനങ്ങൾ എടുക്കാനും വൈൽഡ് ഗാർഡിന് പണിപ്പുരയിൽ പോകാനുള്ള അവസരമാണ് രാവിലെ ഉണ്ടായിരുന്നത്. ഇത്തവണ സാധാരണ പോലെ അല്ലായിരുന്നു പണിപ്പുര ടാസ്ക്. വൈൽഡ് ഗാർഡുകൾ ആദ്യം പണിപ്പുരയിൽ പോയി അവിടെയുള്ള സാധനങ്ങൾ കണ്ടുവയ്ക്കണം. എന്നിട്ട് ക്യാപ്റ്റൻ അവിടെ വെച്ച് ബ്ലൈൻഡ് ഫോൾഡ് വെച്ച് കണ്ണ് കെട്ടണം. ക്യാപ്റ്റനെ സഹായിക്കാൻ ഒരാൾ കൂടി പോകണം. ക്യാപ്റ്റൻ തിരഞ്ഞെടുത്തത് ബിന്നിയാണ്. കണ്ണ് കെട്ടുന്ന സമയത്ത് ഇവർ സാധനങ്ങൾ മാറ്റിവെക്കുകയോ അവരെടുക്കാത്ത രീതി വെക്കുകയോ ചെയ്യണം. പക്ഷെ മാറ്റിവെക്കേണ്ട പല കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്തില്ല. ചില ബിഗ് പണികൾ മാത്രം ബിന്നി മാറ്റിവെച്ച് കുറേ സാധനങ്ങൾ അവിടെ മാറ്റിവെക്കാനും ഒഴിച്ചു വെക്കാനുള്ള ഹിഡൻ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതവർ യൂസ് ചെയ്തില്ല. തന്മൂലം ബെല്ലടിക്കുന്നതിന് മുമ്പ് അവർക്ക് കുറേ സാധനങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചു. പിന്നെ ഹൗസിലുള്ളവർക്ക് ഒരു ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ചെറിയ പണി മാത്രമാണ് കിട്ടിയുള്ളൂ. സ്മോൾ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്ബറൊക്കെ ബിന്നിയും നവീനും ഒക്കെ കറക്റ്റായിട്ടല്ല ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. ബിന്നി പറയുന്നുണ്ട് എല്ലാം നവീൻ്റെ കുഴപ്പമാണ്, ഞാനെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തതെന്ന് ബിന്നി. ചെറിയ പണി കിട്ടിയത് ഹൗസിലുള്ള ഒരാൾ അന്ന് മുഴുവൻ ആംഗ്യ ഭാഷയിൽ മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെ അവർ തിരഞ്ഞെടുത്തത് നെവീനെയായിരുന്നു. ചേരുംപടി ടാസ്കിൽ തിരഞ്ഞെടുത്ത അനുമോളെയും ആംഗ്യ ഭാഷയോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്തു. നെവിൻ ക്യാപ്റ്റനാണല്ലോ, നെവിനാണ് കൂടുതൽ പണി കിട്ടിയത്. എങ്കിലും നെവിൻ അത് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞൊക്കെ ഒരുമാതിരി നെവിൻ പിടിച്ചിരുന്നു. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ നെവിൻ സംസാരിച്ചു. അതിന് ബിഗ് ബോസ് പിന്നീട് നല്ല പണി കൊടുത്തു. അനുമോൾ ബാച്ചിയും എടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പാനി ബുള്ളിങ്ങുമായി പുറകെ. അപ്പാനി എന്തൊരു മണ്ടനാണ്, പുറകെ നടന്ന് അതും ഇതും പറഞ്ഞ് വെറുതെ സ്ക്രീൻ പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അനുമോൾക്ക്. അപ്പാന് വിചാരിക്കുന്നത് തന്റെ ഈ ബുള്ളിങ് പുറമെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണെന്ന്. അപ്പാനി നെഗറ്റീവും അനുമോൾ പോസിറ്റീവാണ് പുറത്ത്. എപ്പോഴും അനുമോൾ നെഗറ്റീവ് ആണെന്നോ അപ്പോഴൊക്കെ അപ്പാനി പോസിറ്റീവ് ആക്കും. അപ്പാനിയാണ് അകത്തെ അനുമോളിന്റെ PR. തൊപ്പി ടാസ്കിന്റെ 2ാം റൗണ്ട് ആയിരുന്നു അടുത്തത്. ഇപ്രാവശ്യം 2 തൊപ്പികൾ ഹുക്കിക്കൊണ്ട് വെക്കണം. സ്ത്രീകൾ തൊപ്പിയിൽ ക്ലിപ്പ് വെച്ച് മുടിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. വയലൻസ് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വയലൻസ് ഇല്ലാതെ വരില്ലല്ലോ. ബസറടിച്ചപ്പോൾ പൊരിഞ്ഞ പോരാട്ടം. രേണുവിന്റെ തൊപ്പി തട്ടിപ്പറിക്കാൻ കുറെ ആൾക്കാർ. അക്ബർ മരിച്ചു കിടന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അക്ബറിന്റെ തുണി കീറിപ്പോയി, ഉടുപ്പ് കീറിപ്പോയി, തൊപ്പിയും കീറിക്കൊണ്ട് ഹുക്കിക്കൊണ്ട് വെച്ചു. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ജിസൈലിന്റെ പുറകെ. ജിസൈലിനെ പിടിച്ച് വലിച്ച് തൊപ്പി തട്ടിക്കൊണ്ടുപോയി. അഭിലാഷും ബിന്നിയും ആദിലയും ലക്ഷ്മിയും ഒക്കെ. കുറെ പേര് ഗ്രൂപ്പ് ചേർന്നാണ് കളിച്ചത്. അങ്ങനെ രേണുവിന്റെ ടീമും ജിസൈലിന്റെ ടീമും പുറത്തായി. ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇവരൊക്കെ എന്താ ഇങ്ങനെ തന്ത്രപൂർവ്വം ചെയ്യേണ്ടതല്ലെന്ന്, ഇങ്ങനെ വയലൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. ഇതേ ലക്ഷ്മി എന്നെ വയലൻസ് ഉപയോഗിക്കുന്നുവെന്ന് ആദില. ബാക്കി പരാജയപ്പെടാത്ത 4 ടീമുകളും നാളത്തെ ടാസ്കിന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നു. പലരുമായിട്ട് കൂട്ടുകൂടിയും പലര് ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും ഒക്കെ പല തന്ത്രങ്ങളും മെനയുന്നു. കൂട്ടുകൂടുന്നവർ തന്നെ പരസ്പരം ചതിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ബിന്നിയും രണയും തമ്മിൽ തർക്കം. രണ പറയുന്ന ബിന്നിയുടെ പല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു, അതാണ് എന്റെ അന്ത്യാഭിലാഷമെന്ന്. അഭിലാഷ് പല ഗ്രൂപ്പിലും പോയിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരെ താഴ്ത്തി തകർക്കുക, പൊട്ടിക്കുക, എങ്ങനെ തൊപ്പി കൈക്കലാക്കുക എന്നൊക്കെ. ആദിലയും പ്രവീണും ഒക്കെ ഇതിൽ ഭാഗവാക്കാവുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും തൊപ്പി ടാസ്കിനെ പറ്റിയുള്ള ചർച്ചയാണ്. അപ്പാനി അനുമോടെ പുറകെ തന്നെയാണ്. ഭീഷണിപ്പെടുത്തലും സംസാരവും ചട്ടുമിത്തരവും പേടിപ്പിക്കലും. അനുമോൾക്ക് മാത്രമല്ല, അനുമോയുടെ കയ്യിരിക്കുന്ന പ്രാച്ചിക്ക് വരെയാണ് അപ്പാനി സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, സ്ക്രീൻ ബേസ്. അപ്പാനിക്ക് ഗെയിം കളിക്കാനും അറിയത്തില്ല. അക്ബറൊക്കെ ഇപ്പോൾ അനുമോളിനെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഇപ്പോൾ അനുമോൾ എൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് സ്പോൺസർഡ് ടാസ്ക് വന്നു. ഏറ്റവും നല്ല പല്ല് ആരുടേതാണ്, ഏറ്റവും നല്ല പുഞ്ചിരി ആരുടേതാണ്. കൂടുതൽ പേരും പറയുന്നത് ജിസൈലിൻ്റെയും ഷൈത്തിയുടെയും അക്ബറിൻ്റെ ഒക്കെയാണ്. ഏറ്റവും നല്ല പുഞ്ചിരിക്കുള്ള അവാർഡ് നേടിയത് ജിസൈൽ ആണ്. വൈൽഡ് കാർഡുകൾക്ക് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു. 10 മിനിറ്റ് വീതമുള്ള 3 ദിവസങ്ങളായി നടക്കുന്ന ഈ ടാസ്കിൽ വൈൽഡ് കാർഡുകൾ 5 പേരും അവരുടെ സ്റ്റോറി പറയണം. 3 ദിവസം കൊണ്ട് 30 മിനിറ്റ്. ഏറ്റവും നന്നായി പറയുന്നയാൾക്ക് അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ. ബാക്കി 4 പേരും നോമിനേഷനിൽ വരും. ഹൗസിലുള്ളവരാണ് ഏറ്റവും നന്നായി ചെയ്ത ആളെ തിരഞ്ഞെടുക്കുന്നത്. അതിനിടയ്ക്ക് എല്ലാവർക്കും നല്ല ഉറക്കം. നൂറ, അനുമോള്, ആര്യൻ തുടങ്ങിയവർ. ബിഗ് ബോസ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ സ്പൈക്കുട്ടനെ അയക്കുന്നു. സ്പൈക്കുട്ടൻ ക്യാപ്റ്റൻ നെവിനെ പേടിപ്പിക്കുന്നു. നെവിൻ പഞ്ചസാര കട്ടതൊക്കെ കണ്ടുപിടിക്കുന്നു. എല്ലാവരും ഉറങ്ങിയത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല നെവിൻ ആംഗ്യഭാഷ തെറ്റിച്ച് സംസാരിച്ചു. അതിന് പനിഷ്മെന്റായി ഗാർഡൻ ഏരിയയിൽ 100 റൗണ്ട് ഓടണം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഞാൻ ഇനി ഉറങ്ങില്ല എന്ന് ഒരു ബോർഡിൽ എഴുതി വെക്കണം. വൈകുന്നേരം നെവിൻ ലക്ഷ്മിയുടെയും മസ്താനിയുടെയും മുമ്പിൽ വെച്ച് ജിസേലിന്റെയും അനുമോളുടെയും മറ്റു പലരുടെയും മാനരസ്യങ്ങൾ കാണിക്കുന്നു. വളരെ നന്നായിട്ട് അയാൾ അത് ചെയ്യുന്നുണ്ട്. ഇന്ന് നിവിൻ അത്യാവശ്യം നല്ല കണ്ടന്റ് ഹൗസിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റനായിരുന്ന നിവിൻ ഒന്ന് സ്ലോ ആയിരുന്നപ്പോൾ ഇപ്പോൾ വീണ്ടും പതുക്കെ സ്പീഡിലേക്ക് വരുന്നുണ്ട്. മൗനവ്രതത്തിലായതുകൊണ്ട് അനുമോൾക്കും വലിയ കണ്ടന്റ് ഒന്നും ഇന്ന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആകപ്പാടെ കണ്ടന്റ് അനുമോൾക്ക് കൊടുക്കാൻ സാധിച്ചത് അപ്പാനി ഉള്ളതുകൊണ്ടാണ്. അപ്പാനി വന്നിട്ട് കുറേ ചൊറിഞ്ഞൊന്നുണ്ടായിരുന്നു. ഷാനവാസ് അനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ടാസ്കിനിടയ്ക്ക് എന്നെ മാന്തിയത് ശരിയായില്ലെന്ന്. ഷാനവാസിന്റെ കൈ മുഴുവൻ അനു മാന്തി വെച്ചിട്ടുണ്ടായിരുന്നത്.
അത് ഷാനവാസ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. 5 പേരും അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. അവരുടെ കഥയുടെ പാർട്ട് സ്റ്റോറി ലൈൻ. വൈൽഡ് കാർഡുകൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഗെയിം കളിക്കുന്നുണ്ട്. അവർ ബാക്കിയുള്ളവരെ പൂട്ടുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. രേണുവും ശൈത്യയും ഒന്നും വലിയ പ്രശ്നമില്ല. അവർ 2-3 ആഴ്ചകൾക്കുള്ളിൽ പൊയ്ക്കോളും. ശൈത്യയ്ക്ക് അതുവരെ ഇവിടെ ഒരുങ്ങി നന്നായി നടക്കട്ടെ. ശൈത്യയുടെ മനസ്സിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. വൈൽഡ് കാർഡുകൾ ഹൗസിലുള്ളവരെ പൂട്ടുമോ അതോ ഹൗസിലുള്ളവർ വൈൽഡ് കാർഡുകളെ പൂട്ടുമോ? ഇതുവരെ അവർ ഹൗസിനുള്ളിലേക്ക് ഇണങ്ങിച്ചേർന്നിട്ടില്ല. ഇണങ്ങിച്ചേർന്നാലാണ് ബിഗ് ബോസ് അവരെ 2ആയിട്ട് തന്നെ നിർത്താൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഓരോ ടാസ്കുകളിലും അത് വ്യക്തമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നെവിൻ വൈകിട്ട് ഗാർഡൻ ഏരിയയിൽ ഓടുമ്പോൾ ടിഷനിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അവസാനം നെവിൻ പറഞ്ഞു, തൊപ്പി ടാസ്കിൽ ഞാൻ ജയിച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ ഞാൻ നിനക്ക് തരില്ല, അത് ഞാൻ തന്നെ എടുക്കും, അല്ലെങ്കിൽ ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ ജിഷിൻ ഒന്ന് ഒതുങ്ങി. 10 റൗണ്ട് ഓടിയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിർത്തിക്കൊള്ളാൻ, കുഴപ്പമില്ല, ബാക്കി പിന്നെ ചെയ്താൽ മതി. നെവിൻ ആശ്വാസത്തോടെ. ഷാനവാസും ആദിലയും ഗെയിമുകളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ആദില പറയുന്നുണ്ടായിരുന്നു, പുറമേ ഞാൻ സ്ട്രോങ് ആണെങ്കിലും ശരിക്കും സ്ട്രോങ് നോറയാണ്. തൊപ്പി ടാസ്കിൽ അവർ 2 ടീമിലാണല്ലോ, പക്ഷേ 2 പേരും ഫേവർ ചെയ്താണ് കളിക്കുന്നത്. നാളത്തെ തൊപ്പി ടാസ്ക് നിർണായകമാണ്. നാളെ അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ. ആരുടെ ടീമുകൾ ജയിക്കുക, സൂപ്പർ പവറുകൾ ഏത് ടീമിന് കിട്ടും, കാണാം.